ഇന്നലത്തെ IPL മാച്ച് നനഞ്ഞ പടക്കം പോലെയായിരുന്നു എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ഒരു ത്രില്ലിംഗ് എലമെന്റ് പോലും ഇല്ലാത്ത ഒരു വൺ സൈഡ് മാച്ചായിരുന്നു ഇന്നലെ അരങ്ങേറിയത്. രാജസ്ഥാൻ എന്തിനാണ് കളിച്ചതെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു. അലുവയേത് ഉലുവയേത് എന്നറിയാത്ത പിള്ളേർക്ക് ക്യാപ്റ്റൻസി കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും എന്ന് ആരോ പറഞ്ഞതുപോലെയായിരുന്നു ഇന്നലത്തെ മാച്ച്. ഇനി ഇന്നലത്തെ മാച്ചിലേക്ക് വന്നാൽ ജയ്സ്വാൾ ഒന്ന് തുടങ്ങി വെച്ചെങ്കിലും സഞ്ജു ഉൾപ്പെടുന്ന ബാറ്റിംഗ് നിര അത് നശിപ്പിച്ച് കളയുകയായിരുന്നു. അവസാനം ധ്രുവ് ജുറൽ അടങ്ങുന്ന സംഘം തട്ടിയും മുട്ടിയും 151-9 എന്ന രീതിയിൽ സ്കോർ എത്തിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത ഡീകോക്കിന്റെ അപാര ഇന്നിംഗ്സിന്റെ മികവിൽ ഒരു തരത്തിലും തോൽവിയുടെ ഒരു ഭയവും ഇല്ലാതെ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തി. രാജസ്ഥാൻ ബോളേഴ്സ് കളി ജയിക്കേണ്ടതായ ഒരു അവസരം പോലും ഉണ്ടാക്കിയില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. 97 റൺസ് നോട്ട് ഔട്ടായി പ്ലെയർ ഓഫ് ദി മാച്ച് ആയാണ് കൊൽക്കത്തയ്ക്ക് വേണ്ടി ഡീകോക്ക് വിജയം നേടിക്കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈലൈറ്റ് മാച്ച് കണ്ട പ്രതീതിയായിരുന്നു രാജസ്ഥാന്റെ കളി കണ്ടപ്പോൾ തോന്നിയത്. ഇനി വരുന്ന മത്സരങ്ങളിൽ രാജസ്ഥാന്റെ ക്യാപ്റ്റൻസിലേക്ക് സഞ്ജു മടങ്ങിയെത്തും. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ രാജസ്ഥാന് വിജയ വഴി തേടാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.